പോരാടാതെ ജയിക്കാം. നമ്മൾ ജീവിതത്തിൽ എത്രയോ യുദ്ധങ്ങൾ നടത്തുന്നു. മറ്റുള്ളവരോട്, സാഹചര്യങ്ങളോട്, പരാജയങ്ങളോട്, ചിലപ്പോൾ നമ്മളോട് തന്നെ. പക്ഷേ ഒരു ചോദ്യം: എല്ലാ യുദ്ധങ്ങളും പോരാടി തന്നെയാണോ ജയിക്കേണ്ടത്? ഷാവോലിൻ പാരമ്പര്യം നമ്മോട് പറയുന്ന അതിശയകരമായ സത്യമുണ്ട്. ഏറ്റവും വലിയ വിജയം നിങ്ങൾക്ക് പോരാടേണ്ടി വരാത്ത വിജയമാണ്. കാരണം യുദ്ധം തുടങ്ങുന്നത് പലപ്പോഴും പുറത്തല്ല, നമ്മുടെ മനസ്സിലാണ്. ആരെങ്കിലും നമ്മെ അപമാനിക്കുന്നു, നമ്മുടെ ഉള്ളിൽ കോപം ഉയരുന്നു. ഉടൻ മറുപടി പറയണം എന്ന് തോന്നുന്നു. പക്ഷേ ഒരു നിമിഷം നിശബ്ദമായിരുന്നാൽ, ആ നിമിഷത്തിലാണ് യഥാർത്ഥ ശക്തി ജനിക്കുന്നത്. കാരണം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഷാവോലിൻ ചിന്തയുടെ യാത്ര അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യം ഇപ്പോഴുള്ള നിമിഷത്തിൽ നിൽക്കുക. കഴിഞ്ഞുപോയതിനെ പിടിച്ചു നിൽക്കരുത്. വരാനിരിക്കുന്നതിനെ ഭയന്ന് ഇന്നത്തെ നിമിഷം നഷ്ടപ്പെടുത്തരുത്. കാരണം നമ്മുടെ കൈവശമുള്ളത് ഭൂതകാലമല്ല, ഭാവിയുമല്ല, ഈ നിമിഷം മാത്രമാണ്. പിന്നെ ശാന്തനാകുക. വേഗത്തിൽ പ്രതികരിക്കുന്നവനേക്കാൾ ശക്തനാണ് ഒരു നിമിഷം കാത്തിരിക്കാൻ കഴിയുന്നവൻ. എല്ലാ വാക്കിനും മറുപടി ആവശ്യമില്ല. എല്ലാ ആരോപണത്തിനും വിശദീകരണം ആവശ്യമില്ല. എല്ലാ യുദ്ധത്തിനും ഇറങ്ങി പുറപ്പെടേണ്ടതില്ല. ചിലപ്പോൾ പിന്മാറുന്നതാണ് മുന്നോട്ടുള്ള ഏറ്റവും വലിയ ചുവട്. ഒരു നദിയെ നോക്കൂ. അത് ഒരു പാറയോട് യുദ്ധം ചെയ്യുന്നില്ല. പാറയെ തകർക്കാൻ അത് മുഷ്ടി ചുരുട്ടുന്നില്ല. അത് ഒഴുകുന്നു, വളയുന്നു, കാത്തിരിക്കുന്നു. പക്ഷേ ഒടുവിൽ ആ പാറയുടെ രൂപം പോലും മാറ്റുന്നത് നദിയാണ്. അതാണ് ശക്തിയുടെ മറ്റൊരു രൂപം. ശക്തി എന്നത് എല്ലായ്പ്പോഴും തിരിച്ചടിക്കാനുള്ള കഴിവല്ല, തിരിച്ചടിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കാനുള്ള കഴിവാണ്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പോരാട്ടം ഇപ്പോഴും ബാക്കിയുണ്ട്. അത് മറ്റൊരാളോടല്ല, നമ്മളോടാണ്. നമ്മുടെ കോപത്തോട്, നമ്മുടെ അഹങ്കാരത്തോട്, നമ്മുടെ ഭയത്തോട്. മറ്റുള്ളവർ നമ്മെ തോൽപ്പിക്കുന്നതിന് മുൻപ് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ തോൽപ്പിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ ജീവിതം നിങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് വിളിക്കുമ്പോൾ ഉടൻ ആ യുദ്ധമെടുക്കരുത്. ഒരു നിമിഷം നിൽക്കൂ, ശ്വാസമെടുക്കൂ, സ്വയം ചോദിക്കൂ: എനിക്ക് ശരിക്കും ജയിക്കേണ്ടത് ആരെയാണ്? ഒരുപക്ഷേ അത് മുന്നിൽ നിൽക്കുന്ന മനുഷ്യനല്ല, നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന നിങ്ങളായിരിക്കും. അന്ന് നിങ്ങൾ മനസ്സിലാക്കും, പോരാടാതെ ജയിക്കുക എന്നത് ദൗർബല്യമല്ല, അത് സ്വന്തം മനസ്സിൻ്റെ മേൽ നേടിയ ഏറ്റവും ഉയർന്ന വിജയം തന്നെയാണ്.